സുഹൃത്തുക്കളെ, അടുത്ത കാലത്തായിട്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ വെറും 16 മാസങ്ങൾക്കുള്ളിൽ പാകിസ്ഥാൻ ബഹിരാകാശത്തേക്ക് തൊടുത്തുവിട്ടത് 6 ഉപഗ്രഹങ്ങളാണ്. അതും ഇന്ത്യയുടെ ഓരോ സൈനിക നീക്കങ്ങളും ഒപ്പിയെടുക്കാൻ ശേഷിയുള്ള അത്യാധുനിക ചാരോപഗ്രഹങ്ങൾ. നവഭാരത് ടൈംസ്, ദി പ്രിന്റ്, ഇന്ത്യ ടുഡേ തുടങ്ങിയ പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിട്ട ഏറ്റവും പുതിയ അന്വേഷണ റിപ്പോർട്ടുകളുടെയും അന്താരാഷ്ട്ര ഡേറ്റകളുടെയും അടിസ്ഥാനത്തിൽ എന്താണ് പാകിസ്ഥാന്റെ ബഹിരാകാശ നീക്കത്തിന്റെ പിന്നിലെ ലക്ഷ്യം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എന്തൊക്കെയാണ് ഈ ഉപഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ? ഓപ്പറേഷൻ സിന്ദൂറിൽ ചൈന പാകിസ്ഥാനെ സഹായിച്ചത് എങ്ങനെയാണ്? ഈ ഉപഗ്രഹങ്ങൾ ഇന്ത്യക്ക് എത്രത്തോളം ഭീഷണിയാണ്? ഇന്ത്യ വിക്ഷേപിക്കാൻ പോകുന്ന 52 അത്യാധുനിക സൈനിക ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ഈ കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിലൂടെ നമുക്ക് വ്യക്തമായിട്ടൊന്ന് വിശകലനം ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിന്റെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. 1961 സ്ഥാപിതമായ പാകിസ്ഥാൻ സ്പേസ് ഏജൻസി ആയിട്ടുള്ള സുപാർകോ 2024 വരെയുള്ള പതിറ്റാണ്ടുകളിൽ വിക്ഷേപിച്ചത് വിരലിൽ എണ്ണാവുന്ന ഉപഗ്രഹങ്ങൾ മാത്രമാണ്. എന്നാൽ 2025 ജനുവരി മുതൽ 2026 ഏപ്രിൽ വരെയുള്ള വെറും 16 മാസ കാലയളവിൽ അവർ അതിവേഗം 6 ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളാണ് വിക്ഷേപിച്ചത്. കേവലം കാലാവസ്ഥാ നിരീക്ഷണത്തിനും കൃഷിക്കും വേണ്ടിയുള്ളതാണ് ഇവയെന്നാണ് ഔദ്യോഗിക ഭാഷ്യമെങ്കിലും ഇവ പൂർണ്ണമായിട്ടും സൈനിക ആവശ്യങ്ങൾക്കായിട്ട് പ്രവർത്തിക്കാൻ ശേഷിയുള്ളവയാണ്. ഈ ഉപഗ്രഹങ്ങളെക്കുറിച്ചുള്ള ചെറിയ വിവരങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായിട്ട് ഇവർ വിക്ഷേപിച്ചത് PSAT-1 2025 ജനുവരി 14 അമേരിക്കയിലെ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിൽ വിക്ഷേപിച്ച ഒരു ചെറിയ ക്യൂബ് സാറ്റ്. രണ്ടാമതായിട്ട് PRSE-E01 ആദ്യത്തെ സാറ്റലൈറ്റ് വിക്ഷേപിച്ച് 3-ാം ദിവസം, അതായത് 2025 ജനുവരി 17 ചൈനയുടെ ലോങ് മാർച്ച് 2D റോക്കറ്റിൽ വിക്ഷേപിച്ച ഉപഗ്രഹം. മൂന്നാമതായിട്ട് PRSS-2 2025 ജൂലൈയിൽ പൂർണ്ണമായിട്ടും ചൈന പാകിസ്ഥാൻ സംയുക്ത സംരംഭമായിട്ടുള്ള ഹൈ റെസൊല്യൂഷൻ നിരീക്ഷണ ഉപഗ്രഹമാണ് ഇത്. നാലാമതായിട്ട് HS-1 2025 ഒക്ടോബറിൽ പാകിസ്ഥാന്റെ ആദ്യത്തെ ഹൈപ്പർ സ്പെക്ട്രൽ ഉപഗ്രഹം. ഇത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ അപകടകാരിയാണ്. കാരണം സാധാരണ ക്യാമറകൾക്ക് കാണാൻ കഴിയാത്ത നമ്മുടെ സൈന്യം ഉപയോഗിക്കുന്ന ക്യാമോഫ്ലാജുകളെയും മോശം കാലാവസ്ഥയെയും ഭേദിച്ച് സൈനിക കേന്ദ്രങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് ഈ സാറ്റലൈറ്റിന് സാധിക്കും. അഞ്ചാമതായിട്ടാണ് PRSE-E02 2026 ഫെബ്രുവരിയിൽ അവരുടെ നിരീക്ഷണ ശൃംഖലയെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ഒരു ഉപഗ്രഹമായിരുന്നു ഇത്. ആറാമതായിട്ട് PRSE-E03 2026 ഏപ്രിൽ മാസത്തിൽ അമേരിക്കൻ അനലിസ്റ്റ് കമ്പനിയായിട്ടുള്ള കോംസ്പോക്ക് നൽകുന്ന വിവരമനുസരിച്ചിട്ട് ഈ ഉപഗ്രഹത്തിന്റെ ഭ്രമണപഥം അസാധാരണമായിട്ട് 38 ഡിഗ്രി ചെരിവിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് ലോകം മുഴുവൻ നിരീക്ഷിക്കുന്നതിന് പകരം ഈ ഉപഗ്രഹം ദിവസത്തിൽ പലതവണ ഇന്ത്യയുടെ വടക്കൻ അതിർത്തികളിലൂടെയും പ്രത്യേകിച്ച് നമ്മുടെ ജമ്മു കാശ്മീരും ലഡാക്കും അടങ്ങുന്ന അതിർത്തികളിലൂടെയും പിന്നെ പാകിസ്ഥാന്റെയും ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കും. സാമ്പത്തികമായിട്ട് തകർന്നടിഞ്ഞ പാകിസ്ഥാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു കുതിപ്പ് അസാധ്യമാണ്. അപ്പൊ ഇതിന്റെ പിന്നിലെ യഥാർത്ഥ ബുദ്ധികേന്ദ്രം സാക്ഷാൽ ചൈന തന്നെയാണ്. 2025 മെയ് 7 മുതൽ 10 വരെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക സംഘർഷ സമയത്ത് പാകിസ്ഥാന് തത്സമയ സാറ്റലൈറ്റ് വിവരങ്ങൾ നൽകിയിരുന്നത് ചൈനയായിരുന്നു. എവിടെയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ വിന്യാസം, എവിടെയാണ് വ്യോമസേനയുടെ നീക്കങ്ങൾ എന്നതൊക്കെ ചൈന തങ്ങളുടെ അത്യാധുനിക ഉപഗ്രഹങ്ങളിലൂടെ നിരീക്ഷിച്ച് നിമിഷ നേരം കൊണ്ട് പാകിസ്ഥാന് കൈമാറുകയായിരുന്നു. നേരിട്ട് ഇന്ത്യയുടെ മേൽ ചാരപ്പണി നടത്തിയാൽ അത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് പാകിസ്ഥാന്റെ ലേബലിൽ ചൈന തങ്ങളുടെ സ്വന്തം മിലിറ്ററി ഗ്രേഡ് സെൻസറുകളും റഡാറുകളും ബഹിരാകാശത്തെത്തിക്കുകയാണ്. ചൈനയുടെ സ്വന്തം സൈനിക ഉപഗ്രഹ ശൃംഖലയായിട്ടുള്ള യാഗോവാനുമായിട്ട് നേരിട്ട് ഡേറ്റ ഷെയറിംഗ് ലിങ്ക് പാകിസ്ഥാന്റെ ഈ പുതിയ ഉപഗ്രഹങ്ങൾക്കുണ്ട്. പാകിസ്ഥാനും ചൈനയും ചേർന്നുള്ള ഈ ബഹിരാകാശ സഖ്യം ഇന്ത്യക്ക് ചില ഗൗരവമേറിയ വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട്. ഒന്നാമതായിട്ട് നമ്മുടെ രഹസ്യ നീക്കങ്ങളുടെ ചോർച്ച തന്നെ. രാജസ്ഥാൻ, ഗുജറാത്ത്, പഞ്ചാബ് അതിർത്തികളിലോ ജമ്മു കാശ്മീരിലോ ഇന്ത്യൻ സൈന്യം എന്തെങ്കിലും വലിയ വിന്യാസമോ അഭ്യാസങ്ങളോ നടത്തിയാൽ അത് വളരെ വേഗം ശത്രുക്കൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. രണ്ടാമത് വരുന്നതാണ് ഹൈപ്പർ സ്പെക്ട്രൽ ഭീഷണി. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ HS-1 ഉപഗ്രഹത്തിന് ഇന്ത്യൻ ടാങ്കുകളും ബങ്കറുകളും പച്ചപ്പ് കൊണ്ട് മറച്ച് കാമോഫ്ലാജ് ചെയ്താൽ പോലും അത് കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വലിയൊരു അപകടമാണ്. പിന്നെ മൂന്നാമതായിട്ട് നുഴഞ്ഞു കയറ്റത്തിനുള്ള സഹായം.
ഇന്ത്യൻ സൈന്യത്തിൻ്റെ അതിർത്തിയിലെ പെട്രോളിംഗ് പാറ്റേണുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി എപ്പോഴാണ് ഈ പെട്രോളിങ്ങിൻ്റെ ഇടയിൽ വിടവുകൾ ഉണ്ടാകുന്നത് എന്ന് കണ്ടെത്തി പാകിസ്ഥാന് ഭീകരർക്ക് കൃത്യമായ റൂട്ട് മാപ്പ് നൽകാനായിട്ട് ഈ ഉപഗ്രഹ ചിത്രങ്ങൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നാലാമതായിട്ട് ചൈനയുടെ കിൽമെഷ്. ചൈന ഇപ്പോൾ ഉപഗ്രഹങ്ങളെ കേവലം നിരീക്ഷണത്തിന് മാത്രമല്ല ഉപയോഗിക്കുന്നത്. അവർ ബഹിരാകാശത്ത് നിരീക്ഷണ ഉപഗ്രഹങ്ങളെയും ആശയവിനിമയ സംവിധാനങ്ങളെയും ആൻറ്റി സാറ്റലൈറ്റ് മിസൈലുകളെയും എല്ലാം ഏകോപിപ്പിച്ച് ഒരു കിൽമെഷ് അഥവാ ഒരു മരണ വലയം സൃഷ്ടിക്കുകയാണ്. അതായത് ഭാവിയിൽ ഒരു യുദ്ധമുണ്ടായാൽ ഇന്ത്യയുടെ ഉപഗ്രഹങ്ങളെ ജാം ചെയ്യാനോ തകർക്കാനോ ഇവർ ശ്രമിച്ചേക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ വിവരങ്ങൾ കേട്ട് ഇന്ത്യക്കാർ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല. കാരണം ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ പാകിസ്ഥാനേക്കാളും പ്രകാശ വർഷങ്ങൾ മുമ്പിലാണ്. നിലവിൽ പാകിസ്ഥാന്റെ ഏത് നീക്കങ്ങളെയും തകർത്തെറിയാനായിട്ട് ഇന്ത്യ സുസജ്ജമാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, അതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ബൃഹത്തായ ഉപഗ്രഹ ശൃംഖലയാണ് നമുക്കുള്ളത്. ISROയുടെ അടുത്തിടെ ചില വിക്ഷേപണങ്ങൾ, അതായത് NVS-02, EOS-09, അന്വേഷ ഇതെല്ലാം പരാജയപ്പെട്ടു എന്നുണ്ടെങ്കിലും ഇന്ത്യക്ക് നിലവിൽ 56-ലധികം ഉപഗ്രഹങ്ങൾ ഇപ്പം തന്നെ ബഹിരാകാശത്തുണ്ട്. ഇതിൽ 21 അത്യാധുനിക ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളുമാണ്. ഉദാഹരണത്തിന് ഇന്ത്യയുടെ കാർട്ടോസാറ്റ്, റിസാറ്റ് ഇതെല്ലാം. ഈ ഉപഗ്രഹങ്ങൾ രാപ്പകൽ ഭേദമന്യേ അതിർത്തി കാക്കുന്നുമുണ്ട്. രണ്ടാമതായിട്ട് നമ്മുടെ ഡിഫൻസ് സ്പേസ് ഏജൻസി. ബഹിരാകാശത്ത് നിന്നുള്ള ഭീഷണികളെ നേരിടാനായിട്ട് ഇന്ത്യ 3 സേനകളെയും ഉൾപ്പെടുത്തി ഡിഫൻസ് സ്പേസ് ഏജൻസി രൂപീകരിച്ചിട്ടുണ്ട്. ഇത് 24 മണിക്കൂറും ശത്രുക്കളുടെ ഉപഗ്രഹങ്ങളെ ട്രാക്ക് ചെയ്തുകൊണ്ടുമാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത ആൻറ്റി സാറ്റലൈറ്റ് മിസൈൽ ടെക്നോളജി. 2019 ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ച മിഷൻ ശക്തി നമ്മൾ മറക്കാൻ പാടില്ലല്ലോ. ഇന്ത്യയെ അമിതമായിട്ട് പ്രകോപിപ്പിച്ചാൽ ഭൂമിയിൽ നിന്ന് മിസൈൽ വിട്ട് ബഹിരാകാശത്ത് വെച്ച് തന്നെ ശത്രു രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങളെ തകർത്ത് തരിപ്പണമാക്കാനുള്ള ശേഷി ഇന്ന് ഇന്ത്യക്കുണ്ട്. ലോകത്ത് വെറും 4 രാജ്യങ്ങൾക്ക് മാത്രമുള്ള ഈ കഴിവ് പാകിസ്ഥാനും ചൈനയ്ക്കുമുള്ള ശക്തമായ ഒരു താക്കീതുമാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വരും ഭാവിയിലെ പോരാട്ടങ്ങൾക്കായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് വമ്പൻ ഒരു പദ്ധതി ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. അതാണ് SBS-3 അഥവാ സ്പേസ് ബേസ്ഡ് സർവൈലൻസ് ഫേസ് 3. ഏകദേശം 26,968 കോടി രൂപ ചെലവ് വരുന്ന ഈ പ്രൊജക്റ്റിലൂടെ 2029-നകം 52 അത്യാധുനിക സൈനിക നിരീക്ഷണ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് എത്തിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഇതിൽ 21 ഉപഗ്രഹങ്ങൾ ISRO നേരിട്ടും ബാക്കി 31 ഉപഗ്രഹങ്ങൾ ഇന്ത്യയിലെ സ്വകാര്യ ബഹിരാകാശ കമ്പനികളും ചേർന്നിട്ടാണ് നിർമ്മിച്ച് വിക്ഷേപിക്കുന്നത്. ഇതിൻ്റെ സമയക്രമവും വളരെ വേഗത്തിലുള്ളതാണ്. 2026 രണ്ടാം പകുതിയിൽ ഈ പരമ്പരയിലെ ആദ്യത്തെ ഉപഗ്രഹം ബഹിരാകാശത്തേക്ക് കുതിക്കും. 2029 അവസാനത്തോടെ 52 ഉപഗ്രഹങ്ങളും പൂർണ്ണമായിട്ടും പ്രവർത്തന സജ്ജമാകും. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ സായുധ സേനകൾക്ക് അതിർത്തികളിലെ മാത്രമല്ല പാകിസ്ഥാൻ്റെയും ചൈനയുടെയും ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെയും ഉള്ളറകളിലെ ശത്രു നീക്കങ്ങൾ പോലും ഈ ഉപഗ്രഹങ്ങളിലൂടെ തത്സമയം ഒപ്പിയെടുക്കാനായിട്ട് സാധിക്കും. ശത്രുക്കൾ നമ്മുടെ അതിർത്തിയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ അവരുടെ താവളങ്ങളിൽ അവർ നടത്തുന്ന തയ്യാറെടുപ്പുകൾ പോലും കൃത്യമായിട്ട് കണ്ടെത്താനായിട്ട് ഇന്ത്യക്ക് സാധിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ശത്രുവിനെ നിരീക്ഷിക്കാനും വിലയിരുത്താനും തിരിച്ചടിക്കാനും എടുക്കുന്ന സമയം ഈ 52 ഉപഗ്രഹങ്ങൾ വരുന്നതോടെ ഇന്ത്യക്ക് ഗണ്യമായിട്ട് കുറയ്ക്കാൻ സാധിക്കും. സുഹൃത്തുക്കളെ, അവസാനമായിട്ട് ഒരു പ്രധാന ചോദ്യം ബാക്കിയാവും. പാകിസ്ഥാൻ്റെ ഈ പുതിയ ഉപഗ്രഹ ശൃംഖല ഇന്ത്യക്കൊരു വലിയ ആശങ്കയാണോ അതോ നമ്മളിത് അവഗണിക്കണോ എന്ന്? ഉത്തരം വളരെ വ്യക്തമാണ്. ഇതൊരു വലിയ ആശങ്ക തന്നെയാണ്. എന്നാൽ ഇന്ത്യക്ക് ഇത് മറികടക്കാൻ കഴിയാത്ത ഒന്നല്ല. സാമ്പത്തികമായിട്ട് പാപ്പരായ ഒരു രാജ്യത്തിന് ചൈനയുടെ സഹായത്തോടെ അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങൾ ലഭിക്കുന്നത് നിസ്സാരമായിട്ട് കാണാനാവില്ല. ഇത് പാകിസ്ഥാന്റെ സൈനിക ശേഷിയെ ഒരു പരിധിവരെ വർദ്ധിപ്പിക്കുന്നുമുണ്ട്. കൂടാതെ ഭാവിയിൽ ഇന്ത്യക്ക് ഒരേ സമയം ചൈനയും പാകിസ്ഥാനെയും ബഹിരാകാശത്തും നേരിടേണ്ടി വരുമെന്ന വ്യക്തമായ സൂചനയും കൂടെയാണ് ഇത്. എന്നാൽ ഇന്ത്യ ഇതിനെ ഭയക്കേണ്ട ആവശ്യമില്ല. കാരണം നിലവിൽ തന്നെ ഇന്ത്യയുടെ സാങ്കേതിക വിദ്യയും ആൻറ്റി സാറ്റലൈറ്റ് മിസൈൽ ശേഷിയും പാകിസ്ഥാനെ ബഹുദൂരം പിന്നിലാക്കുന്നതാണ്. വരാനിരിക്കുന്ന 52 സൈനിക ഉപഗ്രഹങ്ങളുടെ മെഗാ പ്രൊജക്റ്റ് കൂടി പൂർത്തിയാകുന്നതോടുകൂടി ഈ മേഖലയിലെ ഇന്ത്യയുടെ ആധിപത്യം പൂർണ്ണവും അനിഷേധ്യവുമായിട്ട് മാറും. ശത്രുക്കൾ എത്ര വലിയ ചാരക്കണ്ണുകൾ തുറന്നു വെച്ചാലും അവയെ കുരുടനാക്കാനുള്ള കരുത്ത് ഇന്നത്തെ നവഭാരതത്തിനുണ്ട്. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ വിശകലനം നിങ്ങൾക്ക് വ്യക്തമായൊരു ഉത്തരം നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
നിങ്ങളുടെ വിലയേറിയ ചിന്തകൾ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു സുപ്രധാന വിഷയമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.